നമുക്കിനി മറ്റൊരു വിഷയത്തിലേക്ക് കിടക്കും. നമ്മുടെ യുക്തിവാദി പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏത് യുക്തിവാദി പ്രസ്ഥാനത്തിലാണ് ശരിക്കും ആദ്യം പോയി പ്രവർത്തിക്കുന്നത്? ഞാൻ ആദ്യം കടന്നു വരുന്ന 70കളിലൊക്കെ അന്ന് കേരള യുക്തിവാദ സംഘമാണ് ഇവിടെയുള്ളത്. എടമറുകാണെന്ന് കേരള യുക്തിവാദത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി. അപ്പോൾ അന്ന് കോട്ടയത്ത് വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഞാൻ തുടർന്ന് പോയി പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ പലയിടത്തും തേരാളി വായിച്ച് യുക്തിവാദി ഈ 2 മാസികൾ അന്ന് നിലവിലുള്ളൂ. അതൊക്കെ ആയിട്ട് അതിനുശേഷമാണ് 70കളിൽ നമ്മുടെ ഇപ്പോൾ ഈ പറഞ്ഞ യുക്തി കോട്ടയത്ത് നിന്ന് ഇറങ്ങുന്നത്. പിന്നീട് സണ്ണിച്ചേട്ടൻ നാസ്തികൻ ഇറക്കുന്നു. സജീവം കണ്ടിട്ടുണ്ടാവും നമ്മുടെ സണ്ണിച്ചേട്ടൻ മരിക്കുന്നവരെ ഞാൻ സണ്ണിച്ചേട്ടൻ്റെ അടുത്ത് പോകുമായിരുന്നു. ഞാനും രാജു ടിവിയും കൂടെ കൂടി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബന്ധങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ ഒത്തിരി ബന്ധങ്ങൾ. അപ്പോൾ ആ സമയത്ത് ഞാൻ ജോണിൻ്റെ കൂടെയായിരുന്നു കൂടുതൽ പ്രവർത്തനം. എം.എ. ജോണിൻ്റെ കൂടെ. എം.എ. ജോണ് കോൺഗ്രസ് നേതാവ്. കോൺഗ്രസ് അന്ന് എം.എ. ജോൺ KYCയിലുള്ള സമയമാണ്. അപ്പോൾ ജോണിനെ കൊണ്ട് ജോൺ കേരളമൊട്ടാകെ നന്നായിട്ട് യുക്തിവാദ ക്ലാസ്സുകൾ എടുക്കുന്ന ഒരാളാണ്. പുറത്ത് എല്ലാ വർഷവും ജോണിൻ്റെ ഒരു ക്ലാസ് ചെയ്യാൻ വെച്ചിരിക്കും. കാരണം പ്രശസ്തനായിരുന്നു യുക്തിവാദം മാത്രമല്ല, പുള്ളി കോൺഗ്രസ് റാഡിക്കൽസ് പരിവർത്തനവാദികൾ എന്ന് പറയുന്നത്. പരിവർത്തനവാദം എന്ന് പറഞ്ഞ പുള്ളി എന്താ പരിവർത്തനവാദിയുടെ കാതൽ അല്ല, അത് ഇങ്ങനെ ഇതാണ്. പരിപാടിയിലുള്ള പിടിവാശിയാണ് പരിവർത്തനവാദിയുടെ പടവാൾ. പരിപാടിയിലുള്ള പിടിവാശിയാണ് പരിവർത്തനവാദിയുടെ പടവാൾ. അത് കേരളം മുഴുവൻ എഴുതി വെച്ച ഒരാളല്ലേ. അപ്പോൾ ജോണിൻ്റെ വീട്ടിലായിരുന്നു പലപ്പോഴും പഠന ക്യാമ്പ്. ഇവിടെ അടുത്ത് കുര്യനാടാണല്ലോ. ജോണിയിൽ പോയ ഇവിടെ ഇവിടെ ജോണിൻ്റെ വീട്. അപ്പോൾ 3 ദിവസത്തെ പഠന ക്യാമ്പിൽ ഒരു ദിവസം ഫുള്ളി യുക്തിവാദമാണ് ക്ലാസ്. അന്ന് കുട്ടപ്പനൊക്കെ പഠന ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആളാണ് കുട്ടപ്പൻ. അപ്പോൾ ദേവസി അങ്ങനെ അവരെല്ലാവരും തന്നെ, നമ്മുടെ ജോസഫൈൻ്റെ ഭർത്താവ് മത്തായി, PM മത്തായി, അവരൊക്കെ ഇതിൻ്റെ അകത്ത് സജീവമായിട്ട് PM രാധാകൃഷ്ണൻ, അങ്ങനെ ഒത്തിരി ആൾ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അടിയന്തരാവസ്ഥ വന്ന അടിയന്തരാവസ്ഥയ്ക്ക് ജോണ് പരിവർത്തനവാദികൾ പിരിച്ചു വിട്ടു. അതിനുശേഷം നമ്മൾ KYCയിൽ 76 എറണാകുളം മഹാരാജ് വെച്ചൊരു സമ്മേളനം നടക്കുന്നുണ്ട്. പവനൻ അന്ന് സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത്. പുള്ളി അടിയന്തരാവസ്ഥ കാലത്ത് CPI ആയതുകൊണ്ട് ആ ഇതിൽ വെച്ചാണ് ഇവർ പൂർണ്ണമായിട്ട് ഒരു CPMൻ്റെ വാലിലേക്ക് KYC മാറുന്നത്. പാലായിട്ട് ഈ പവനൊക്കെ ഉള്ളപ്പോഴോ പവനൊക്കെ കടന്നു വരുന്നതോടുകൂടി കലാനാഥൻ, രാജഗോപാൽ തുടങ്ങിയ സംഘങ്ങൾ വരുന്നതോടുകൂടി ഇടമറുക ഇതിൽ നിന്ന് വിട്ടുപോകുന്നു. കേസിൽ വിട്ടല്ലോ. കേസിൻ്റെ അതിന് കഴിഞ്ഞ ശേഷമാണ് കേസ് വരുന്നത്. അതല്ലേ, അതിന് മുമ്പ് തന്നെ വിട്ടുപോയി. അടിയന്തരാവസ്ഥ സമയത്തല്ലേ കേസ് വരുന്നത്. ഇത് അപ്പോൾ അതിന് മുമ്പ് ഇടമറുക വിട്ടു. അതിനുശേഷം ഞങ്ങൾ ഈ മഹാരാജ് സമ്മേളനത്തിൽ ഞാനും ജോണൊക്കെ ഉണ്ട്. അപ്പോൾ ജോൺ അവിടെ വെച്ച് ഈ മാർക്സിസ്റ്റുകൾ ഇതിനെ പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇത് പ്രസ്ഥാനം വേണ്ട അവരുടെ കക്ഷത്തിലേക്ക് പോയി. ഗംഗനഴിക്കോട് ഇവരെല്ലാം പൂർണ്ണ നമ്മുടെ തിരുവനന്തപുരത്തുള്ള എന്താണ് ധനുവച്ചോര ഇവരൊക്കെ CPMകാരാണ്. അവരെല്ലാം പൂർണ്ണമായിട്ട് CPM ആണ്. കലാനാഥൻ CPM ആണ്. അവരെല്ലാം CPMകാർ തന്നെ. അല്ല, അപ്പോൾ അവർക്കൊരു കൂടുതലായിട്ട് അതിൻ്റെ അത് CPM ഇപ്പോൾ എൻ്റെ തൊള്ളയിൽ ഭൂരിഭാഗം CPM അല്ലാതെ ആരാളുള്ളത്. അല്ല, അപ്പോൾ ഈ പൊളിറ്റിക്സിൻ്റെ ഒരു അതിപ്രസരം വന്നു. ഒരു പാർട്ടിയോട് അതിനകത്ത് കൃത്യമായിട്ട് KYCൻ്റെ ഭരണഘടനയിൽ ഒരു ഭേദഗതി വരുത്തിക്കൊണ്ട് ഇവരെ വൈരുദ്ധ്യാത്മീയ ഭൗതികവാദം എല്ലാ യുക്തിവാദികളും അംഗീകരിക്കണമെന്നും അത് ശാസ്ത്രീയമാണെന്നും ഒരു ക്ലോസ് എഴുതി ചേർക്കുന്നുണ്ട്. ഇത് ആ കാലത്തോ? ആ കാലത്താണോ? അതാണ് പ്രധാന പ്രശ്നം. അതാണ് പ്രശ്നം. അങ്ങനെ ജോണ് ഞങ്ങളൊക്കെ ഇതാണ് ഞാനത് കഴിഞ്ഞ ഒരു സംഘടനയിലും ഇല്ലാതെ കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു പ്രധാന പ്രശ്നമാണ്. അതെന്നുവെച്ചാൽ ഇവർക്ക് ആ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്ന് അതിനെ നിയന്ത്രിച്ചാൽ മാത്രം പോരാ, എല്ലാവരും അത് അംഗീകരിക്കുന്നതിന് പരിഷത്തിൽ സംഭവിച്ചു. പരിഷത്തിൽ മാത്രമല്ല, ഈ ജനകീയ സാംസ്കാരിക വേദി എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ പേര്, അതായത് ഏറ്റവും കൂടുതൽ ബുദ്ധിജീവികൾ പങ്കെടുത്ത ഒരു പ്രസ്ഥാനമല്ലേ 80കളിലെ. അതിൽ ഇതേപോലെ അന്നത്തെ നക്സലൈറ്റുകൾ അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു ഇതേപോലെ. അങ്ങനെയാണ് അത് സാംസ്കാരിക വേദി ആദ്യകാലത്ത് നന്നായിട്ട് പ്രവർത്തിച്ചു വരികയും അന്ന് നടവയൽ ബേബി ഉണ്ടല്ലോ, ബേബിയുടെ ഒരു നാടകം ഉണ്ടല്ലോ, നാടുകത്തിയൊക്കെ നന്നായിട്ട് പേരല്ലേ പേരാണ്. ഞാൻ വയനാട്ടിൽ 3 വർഷം ഉണ്ടായിരുന്നു വർക്ക് ചെയ്തത്. അല്ല, ഇവർക്ക് എന്താ വെച്ചാൽ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പിടിമുറുക്കി ഇത് ഞങ്ങളുടെ ആണ് എന്ന് ഉറപ്പ് വരുത്തണം. അതിന് വേണ്ടി എന്തെങ്കിലും അല്ല, അവർ ഈ പിടിമുറുക്കൽ മാത്രമല്ല, നമ്മുടെ പഴയ നമ്പൂരിമാരുടെ ഒരു പരിപാടി അറിയാമോ? ഒരു നമ്പൂരി സദ്യക്കിരുന്നിട്ട്
ഈ മാങ്ങ തെറ്റിച്ചല്ല ഇലക്കട ചടിച്ച് എച്ചിലാക്കുക എന്ന് പറഞ്ഞ് വെടക്കാക്കി തന്നെ ആ ഒരു പരിപാടി വരും. ഇവരെല്ലാത്തിലും കയറി കഴിഞ്ഞ് പിടിച്ചെടുത്തുകൊണ്ട് ഒന്നിലേനി ഇല്ലായ്മ. അപ്പോൾ യുക്തിവാദ സംഘത്തിന്റെ പണി കഴിച്ചത് ഇവർ തന്നെയാണ്. അതായത് നിങ്ങൾ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ആളുകൾ ഒരുമിച്ച് പോകേണ്ട ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ആക്ച്വലി. അതിനകത്ത് രാഷ്ട്രീയം ഇല്ലാതെ പോയിരുന്നൊരു പ്രസ്ഥാനത്തിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരികയും വൈരുദ്ധ്യാത്മകവാദിയും ശാസ്ത്രീയമാണെന്ന് അതിൻ്റെ അകത്ത് എല്ലാവരും അംഗീകരിക്കണം. ഇന്നിപ്പോൾ വൈരുദ്ധ്യാത്മകവാദിവാദം ശരിയായിട്ടുണ്ടോ? അന്നേ ശരിയല്ല. ഇവര് 40 കൊല്ലത്തോളം ഇത് എഴുതി ചേർത്തുകൊണ്ട് വൈരുദ്ധ്യാത്മകവാദിവാദം ശാസ്ത്രീയമാവില്ലോ. അല്ലേ തന്നെ കമ്മ്യൂണിസത്തിന്റെ ഏത് സിദ്ധാന്തമാണ്? അപ്പോൾ മാർക്സിന്റെ ഒരു വസ്തുവിന്റെ മൂല്യം നിർണ്ണയിക്കുന്നതിനെ കുറിച്ച് അന്ന് മാർക്സ് പറഞ്ഞ തൊഴിലാളി അല്ല, അത് മിച്ചമൂല്യമാണ്. മൂല്യം നിർണ്ണയിക്കുന്നത് ഒരു വസ്തുവിൽ തൊഴിലാളി ചെലുത്തുന്ന അധ്വാനമാണ് ആ വസ്തുവിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നതിന് കാരണമാകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ എന്നെ മുൻവശത്ത് മുറ്റത്തൊരു പ്ലാവ് ഉപ്പുണ്ട്. ആ പ്ലാവിൽ ചക്ക തന്നെ ഉണ്ടാവും. ഞാൻ കുഴിച്ചു വെച്ചല്ലെന്ന് വെച്ചു, അത് തന്നെ കിളുത്തു. അതിൽ ചക്ക ധാരാളം ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ ബംഗാളികൾ വന്നിട്ട് അവർ 400, 500, 1000 രൂപയ്ക്ക് അത് മേടിച്ചുകൊണ്ട് പോകും. പ്ലാവ് മൊത്തം അടങ്ങി. അതിന് മൂല്യം ആരാന്ന് വെച്ചിരിക്കുന്നത്? അതിന് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. ഞാൻ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എക്കണോമിക്സിൻ്റെ അഡസ്മത്തിൻ്റെ തിയറിയാണ് വാല്യൂകൾ, അല്ലാതെ മാർക്സ് പറയുന്നതല്ല. മിച്ചമൂല്യം എന്ന് പറയുന്നത് തൊഴിലാളിക്ക് കൊടുക്കാതെ മാറ്റി വയ്ക്കുന്നത്. അല്ല, ഇത് തൊഴിലാളിയോടുള്ള സ്നേഹം കൊണ്ടാണ് അത് വരുന്നത്. ഇതിലെന്ന് വെച്ചാൽ ഇവരുടെ തൊഴിലാളി വർഗത്തിൻ്റെ ആധിപത്യമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, അപ്പോൾ തൊഴിലാളിക്ക് അതിനുള്ള മെറിറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. നിങ്ങളുടെ ലക്ഷ്യത്തിനനുസരിച്ച് നിങ്ങൾ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുകയാണ്. ശരിക്കനുസരിച്ചല്ലല്ലോ ഉണ്ടാക്കുക. ചെരുപ്പിനരിച്ചിട്ട് കാല് മുറിക്കുകയാണ്. അല്ല, അവിടെ ചെയ്തൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. ഈ തൊഴിലാളി വർഗത്തിൻ്റെ ഉന്നമനമാണ് മാർക്സ് കണ്ടിരുന്നെങ്കിൽ മാർക്സ് പറയുന്നത് തൊഴിലാളി വർഗ സർവാധിപത്യമാണ് പറഞ്ഞത്. മാർക്സ് പറഞ്ഞു എന്നുവെച്ചാൽ ഒരു വർഗത്തെ ഉന്മൂലനം ചെയ്ത്, മുതലാളി വർഗത്തെ ഉന്മൂലനം ചെയ്ത് തൊഴിലാളി വർഗം അധികാരം സ്ഥാപിക്കുകയും അങ്ങനെ അധികാരം പിടിച്ചെടുത്ത് അവിടെ തൊഴിലാളി വർഗ ഭരണകൂടം സ്ഥാപിക്കും. അവിടെ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലേക്ക് ചെല്ലുമ്പോൾ ഈ ഭരണകൂടം ഇല്ലാതാവും. പോലീസ് ഇല്ല, പട്ടാളം ഇല്ല, തൊഴിലാളി വർഗം സുഖമായിട്ട് എല്ലാവരും കൂടെ അങ്ങ് കഴിഞ്ഞുകൂടും. എന്നുവെച്ചാൽ ഇപ്പോൾ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനം രാജ്യത്തിന് സ്റ്റേറ്റിന് കൊടുക്കുന്നു. ആ കൊടുക്കുന്ന അധ്വാനത്തിനനുസരിച്ച് നമ്മൾ ഇങ്ങോട്ട് റിവാർഡ് വാങ്ങുന്നു. കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ നമുക്ക് പറ്റാവുന്ന അനുസരിച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മേടിക്കുന്നു. ഞാൻ 5 പൈസയുടെ അധ്വാനം കൊടുക്കുന്നുള്ളൂ, 1000 രൂപ കഴിഞ്ഞ് വാങ്ങിക്കും. ഇത് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇത് പറഞ്ഞത് നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഉദ്ദേശം എന്ന് വെച്ചാൽ തൊഴിലാളി വർഗത്തെ നിങ്ങൾക്ക് ഇതിലേക്ക് കൊണ്ടുവരണം, സർവാധിപത്യത്തിലേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അധ്വാനത്തിൻ്റെ, ഇപ്പോൾ അദ്ദേഹം അധ്വാനത്തെ പറ്റി പറയുന്നു. അധ്വാനത്തിൻ്റെ എന്താണ് അധ്വാനം എന്നതിനെ അദ്ദേഹം നിർവചിക്കുന്നു. അധ്വാനത്തിനുള്ള എന്താണ് അധ്വാനം ഉയർന്നു നിൽക്കുന്നു എന്ന് പറയുന്നു. കൈയിൻ്റെ സ്വതന്ത്രമായ കൈകളെ പറ്റി പറയുന്നു. ഇതൊക്കെ പറയുന്നത് ഇതിനു വേണ്ടിയാണ്. പിന്നെ ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഉണ്ടാക്കുന്നത് പോലും ഈ വർഗസമരത്തെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ്. അല്ല, അത് കൊണ്ടുവരുന്ന ഹെഗലിൻ്റെ തിസിസ്, ആൻറ്റി തിസിസ് എന്ന് പറയുന്ന അത് തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സിന്തസിസ് പുതിയ ഒന്ന് ഉരുത്തിരിഞ്ഞു വരും എന്നുള്ള ആ ഡയലക്റ്റിക്സ് ഉണ്ടല്ലോ സിദ്ധാന്തം. നമ്മുടെ ഹെഗലിൻ്റെ ആ സിദ്ധാന്തം എടുത്തിട്ടാണ് മാർക്സ് ഇത് കൊണ്ടുവരുന്നത്. അവിടെ ഏറ്റവും വലിയ പാളിച്ചു വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ തൊഴിലാളി വർഗം മുതലാളി വർഗം ഇത് രണ്ട് തിസിസ് ആൻഡ് ആൻറ്റി തിസിസ് ഇതിലുള്ള സംഘടനത്തിൻ്റെ ഫലമായിട്ട് ഒരു വർഗം പോയിട്ട് പുതിയ ഗുണാത്മകമായ ഒന്ന് ഉരുത്തിരിഞ്ഞു വരുന്നു. അതാണ് നമ്മുടെ വർഗരഹിത സമൂഹം നടക്കുക. ഇവിടെ ഒരു വർഗത്തെ ഉന്മൂലനം ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞ വർഗരഹിതമുണ്ടോ? അല്ല, ഇതിനു വേണ്ടി ഈ തൊഴിലാളി വർഗത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടി അദ്ദേഹം ചരിത്രത്തിനെ പോലും അതുപോലെ വളച്ചൊടുക്കാൻ വെച്ചാൽ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് പുട്ട് കിട്ടേണ്ടത് അതിനനുസരിച്ച് നിങ്ങളുടെ പിന്നാമ്പുറത്ത് നിങ്ങൾ ബാക്കിലേക്ക് പോവാണ്. അങ്ങനെ പ്രാകൃത കമ്മ്യൂണിസം എന്ന് പറഞ്ഞ സാധനം ശേഷം പിന്നെ അടിമ ഉടമയൊക്കെ തുടങ്ങി, പിന്നെ നാടുവാഴിയും ഇതെല്ലാം കഴിഞ്ഞ് തൊഴിലാളി എന്നുള്ള രീതിയിൽ ചരിത്രത്തെ പോലും അങ്ങനെ വായിക്കാൻ ശ്രമിക്കാൻ അദ്ദേഹം ചെയ്ത്. എനിക്ക് തോന്നുന്നത് സ്നേഹം കൊണ്ടല്ലേ? അല്ലേ, ഇതിനത് സ്നേഹം കൊണ്ടാണെങ്കിൽ വേറൊരു പ്രശ്നം വരുന്നുണ്ട്. പുള്ളി കാണാതെ പോയത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയും അത് എങ്ങനെ
നമ്മുടെ ഉൽപ്പാദന പ്രക്രിയയിൽ മാറ്റം ഉണ്ടാക്കുമെന്നും അതെങ്ങനെ തൊഴിലാളി വർഗത്തിൽ തന്നെ മാറ്റം ഉണ്ടാക്കുമെന്നും പുള്ളി കണ്ടില്ല. മനസ്സിലായില്ല. അതായത് അദ്ദേഹം ഒരിക്കലും ഒരു സ്കാൻഡിനേവിയൻ രാജ്യം ഉണ്ടാവും വിചാരിച്ചില്ല. ഒരു സോഷ്യലിസ്റ്റ് അല്ല, അതായത് സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളെക്കാൾ കൂടുതൽ തൊഴിലാളിക്ക് നീതി ലഭിക്കുന്ന ഒരു രാജ്യം, ഒരു മുതലാളിത്ത രാജ്യം ഉണ്ടാവുമെന്ന് അദ്ദേഹം കരുതിയില്ല. ഇനി അതിൻ്റെ അകത്തൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരേ സമയത്ത് മുതലാളിയുമാകുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പം ഞാനീ പറഞ്ഞത് അവിടെ ഇപ്പോൾ ഇന്ത്യയിലെ തൊഴിലാളിക്ക് തന്നെ ഒരു കമ്പനി FSCT പണിയെടുക്കുന്നു വയ്ക്കുക, നല്ല വരുമാനം കിട്ടുന്നു. അവൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഇത് മിച്ചം വെച്ചിട്ട് അവൻ വേറൊരു കമ്പനിയുടെ ഷെയർ മേടിക്കുക, ആ കമ്പനിയുടെ മുതലാളിയാവും. അവിടെ ഒരു തൊഴിലാളി സമരം ഉണ്ടായി അവനെന്ത് ചെയ്യും? നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. പല തോട്ടങ്ങളിലെയും മുതലാളിമാരായി മാറിയിരിക്കുന്നു ഇവിടുത്തെ. അതിൽ മാർക്സ് രൂപപ്പെടുന്ന ഒരു കാലത്ത് തൊഴിലാളികളുടെ ഒരു സിറ്റുവേഷൻ വളരെ പ്രശ്നമായിരുന്നു. കാരണം ഈ ഇതുപോലത്തെ മുതലാളിമാരെല്ലാം മുതലാളിമാരെ വെച്ചാൽ സർക്കാരിന്റെ അല്ലെങ്കിൽ ഭരണകൂടങ്ങളുണ്ടായിരുന്നു. ഈ ഭരണകൂടങ്ങൾ മുഴുവൻ ഇവരുടെ ഒപ്പമായിരുന്നു. അത് അന്ന് ഈ നമ്മുടെ ഭൂപ്രഭുക്കന്മാരുടെ അല്ലെങ്കിൽ എന്താണ് ഈ പ്രഭുക്കന്മാരുടെ ആ ഒരു ഫ്യൂഡലിസ്റ്റുകള്, പിന്നെ ഫ്യൂഡലിസ്റ്റുകള്, ഫ്യൂഡൽ വ്യവസ്ഥയായിരുന്നു. അതിൽ നിന്നും മുതലാളിത്തിലേക്ക് മാറി മാറ്റം. ശരിക്ക് അന്ന് പുതിയ പുതിയ വ്യവസായങ്ങൾ ആരംഭിച്ചു വരുന്നൊരു കാലം. അന്ന് തൊഴിലാളികളുടെ ജീവിത നിലവാരം വളരെ കഷ്ടമായിരുന്നു. എങ്ങനെയായിരുന്നു ഒരു 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 നാടുവഴി അല്ലെങ്കിൽ ഒരു ജന്മി ഒരു ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഭക്ഷണം മാത്രം വിട്ടുകൊടുക്കുന്ന പോലെ, കർഷകന് വിട്ടുകൊടുത്തിരുന്നത് പോലെ ആയിരുന്നു അന്നത്തെ തൊഴിലാളികളെയും അവർ കണ്ടിരുന്നത്. പുതുതായി വളർന്നു വന്നിരുന്ന ബൂർഷാസി അല്ലെങ്കിൽ ഈ പറഞ്ഞ ചെറിയ ചെറിയ കച്ചവടക്കാരും അങ്ങനെയുള്ള ആളുകളൊക്കെ തൊഴിലാളികളെ കണ്ടിരുന്നത് ഇതുപോലെയായിരുന്നു. അവർക്ക് അവരുടെ ജീവിത സാഹചര്യം വളരെ പ്രയാസം ആയിരുന്നു. ഈ എംഗൽസ് ആണെങ്കിൽ ഈ ഒരു വംശത്തിൽ നിന്ന്, ഈ പുതിയ ബൂർഷാസിയിൽ നിന്ന് വരുന്ന ഒരാളും കൂടിയായിരുന്നു. അദ്ദേഹം അത് കണ്ടിട്ട് തന്നെ വരുന്നത് ഈ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഈ വിഷയത്തെ ഒന്ന് പരിഹരിക്കണമെന്നും തൊഴിലാളികളോട് വളരെ സ്നേഹം അല്ലെങ്കിൽ ഒരു മനുഷ്യത്വം തോന്നിയതിൻ്റെ പേരിലുണ്ടാക്കിയുള്ള ശ്രമം. പക്ഷെ അതേപോലെയുള്ള ഒരുപാട് ദർശനങ്ങൾ അന്ന് ഉണ്ടായിരുന്നു. ഇതിനേക്കാളും ഭേദമായിരുന്നു അത്. ഇപ്പം അനാർക്കിസം ഇതിനേക്കാളും ഭേദമായിരുന്നു. അല്ലെങ്കിൽ റോബർട്ട് ഓവനെ പോലുള്ള ആളുകളുടെ ഉട്ടോപ്യൻ സോഷ്യലിസം ഇതിനേക്കാളും ഭേദമായിരുന്നു. ഇവരുടെ ഈ സാധനം വന്നതോടു കൂടിയാണ് ഏറ്റവും വലിയ കുഴപ്പങ്ങൾ ഉണ്ടായത്. ഇതിൻ്റെ അകത്ത് ഫാസിസം കൂടെ ഒളിച്ചേർന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് തിരിച്ചറിയാൻ പിന്നീട് ഒത്തിരി വൈകി എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. കാരണം മാർക്സിനേക്കാളും കൂടുതൽ മാർക്സിനെ കോപ്പി അടിക്കല്ല ഇയാൾ ചെയ്തത്, ശരിക്കും ലെനിൻ ചെയ്തത്. ലെനിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ മാർക്സിസത്തിന് പേരുണ്ടാവുന്നത്. അതുവരെ എന്ത് പേരുള്ളത്? ഒന്നുമില്ല. ശരിക്കും മാർക്സിൻ്റെ സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് 1848 പുള്ളി ഇത് പ്രസിദ്ധീകരിച്ച ആളാണ്. ഈ 48 തൊട്ട് കഴിഞ്ഞിട്ട് ചിക്കാഗോയിലെ 8 മണിക്കൂർ സമരം നടക്കുന്നത് 17 വരെ ഒരു ഇരക്കല്. അതായത് ഈ 8 മണിക്കൂറിന് വേണ്ടി തൊഴിൽ സമരം ചിക്കാഗോയിൽ നടക്കുമ്പോൾ ഈ ചിക്കാഗോയിൽ നടക്കുന്ന വെടിവെപ്പും ഇതൊക്കെ ഉണ്ടാക്കുന്ന അനാർക്കിസ്റ്റുകളാണ്, മാർക്സിസ്റ്റുകളല്ല. മാർക്സിസ്റ്റുകളിൽ വളരെ ചെറിയ ഒരു ഭാഗം, കുറച്ച് ബുദ്ധിജീവികളുടെ ഇടയിൽ മാത്രമേ ഈ മാർക്സിസത്തിന് നിലനിൽക്കാൻ കഴിഞ്ഞുള്ളൂ. പിന്നീട് ഈ റഷ്യയിൽ ഇരുന്നു കൊണ്ട് ഈ മനുഷ്യൻ 1917 അവിടെ ലെനിനല്ല ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഈ ചരട് വലിച്ച്. ഇത് കൃത്യമായും അന്ന് അവിടെ ചെയ്തിരുന്നത് ബോൾഷെവിക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല കാര്യങ്ങൾ പൂർണ്ണമായിട്ട് പലതും ചെയ്തിരുന്നത് ട്രോസ്കിയാണ്. ട്രോസ്കി വിപ്ലവം അവിടുത്തെ സാർ ചക്രവർത്തിക്കെതിരായിട്ടുള്ള പ്രശ്നങ്ങൾ, അസംതൃപ്തിയൊക്കെ ഉണ്ടല്ലോ. ആ സമയത്ത് പട്ടിണി ഭയങ്കര ബുദ്ധിമുട്ടില്ലായിരുന്നു. ആ സമയത്ത് ഈ ജപ്പാനായിട്ടുള്ള വാറിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, കർഷകരുടെ ഇടയിലും സൈന്യത്തിൻ്റെ ഇടയിലുള്ള എല്ലാ അസംതൃപ്തികളെ മുതലെടുത്തുകൊണ്ട് ഇവരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ശരിക്കും ചെയ്യുന്ന ട്രോസ്കിയാണ്. അവിടെ ശരിക്കും അന്ന് ലെനിൻ കൂടുതൽ കാലവും ജർമ്മനിയിലായിരുന്നു. അവിടുത്തെ കമ്മ്യൂൺ ഇതിനെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളുടെ രൂപീകരണമായിട്ടൊക്കെ അവിടെയായിരുന്നു. ശരിക്കും വിപ്ലവം തുടങ്ങി വിപ്ലവത്തിൻ്റെ സമയത്ത് ലെനിനെ വിളിച്ചു വരുത്തി അധികാരം കയ്യിലേക്ക് കൊടുക്കുന്ന ആ ട്രോസ്കിയെ കൊന്നത് ശരിക്കും അറിയാലോ അവന്മാരൊക്കെ കൂടിയാണ്. പക്ഷേ ലെനിനില്ലെങ്കിലും സ്റ്റാലിനാണ് അത് ചെയ്യുന്നത്. ആക്ച്വലി പുള്ളിയുടെ സംഘടനയിൽ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പോളിസി ആയിരുന്നില്ല മെൻഷെവിക്കുകൾക്ക് ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പരിപൂർണ സമയവും വിപ്ലവത്തിന് വേണ്ടി, വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായാൽ മതി, ജനങ്ങൾ വേണമെന്നില്ല എന്നുള്ളതായിരുന്നല്ലോ പുള്ളിയുടെ പോളിസി. അതായത് മുന്നണി പടയാളിയായ ഒരു പാർട്ടിയും അതിന് വേണ്ടി പ്രവർത്തിക്കാൻ മുഴുവൻ സമയമായുള്ള സൈന്യം ആള്
ഇപ്പം നമുക്കൊരു കാര്യം അറിയാലോ, കേരളത്തിലെ ഈ അടിസ്ഥാനത്തിലാണ് നമ്മുടെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും രൂപീകരിക്കുന്നത്. നിങ്ങൾ നോക്കി ഏതെങ്കിലും ഒരു തൊഴിലാളി ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുണ്ടാവില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി വർഗ സർവാധിപത്യം സ്ഥാപിക്കുമ്പോൾ അത് ഇതുപോലെ ഉള്ള കേഡേഴ്സ് ആയിരിക്കും ഇതിനെ ഭരിക്കുക, അല്ലാണ്ട് തൊഴിലാളിയല്ല. എല്ലായിടത്തും കണ്ടല്ലോ, എല്ലായിടത്തും അങ്ങനെയാണ്. റൊമേനിയയിലെ ചെഷസ്കി, മറ്റിടത്ത് റഷ്യയിലാണേലും ഏത് രാജ്യത്തും ഇതുവരെ ന്യൂ ക്ലാസ് എന്ന് പറയും, ഒരു പുതിയ വർഗ്ഗമാണത്. അതായത് ഒരിക്കലും തൊഴിൽ ചെയ്യാത്ത, ഒരു തലത്തിൽ അധ്വാനിക്കാത്ത ഒരു വർഗ്ഗമാണ് ഇവര് ഈ നയിക്കുക. അപ്പം ഇതാണ് ലെനിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ ബഹുജനങ്ങളും പങ്കെടുത്തുള്ള ഒരു വിപ്ലവത്തിലൂടെയല്ല അദ്ദേഹത്തിന്. അതിനുവേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കേഡർ ടീം. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇവിടെയും കണ്ടില്ലേ, ചെറുനാക്കുപ്പായിട്ട് മാർച്ച്. ഇത് മതി, ആ ഒരു സാധനമാണ് ഞങ്ങളാണ് വിപ്ലവം ഉണ്ടാക്കുന്നത്. മറ്റേ നിങ്ങളൊക്കെ അവിടെ വരുന്നു. അവസാനം ഈ തൊഴിലാളി ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടിയിട്ട് ക്യൂ നിൽക്കണം. റഷ്യയിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്തിടയ്ക്ക് വായിച്ചൊരു പുസ്തകമുണ്ട്, അന്നം എന്ന് പറഞ്ഞൊരു നോവൽ. അത് ശരിക്കും ഈ സാർ ചക്രവർത്തിയുടെ കാലം മുതൽ തുടങ്ങി ഇപ്പോഴത്തെ നമ്മുടെ പുട്ടിൻ്റെ കാലം വരെയുള്ള ഭയങ്കര നോവലായിരിക്കും. 860 പേജുകളുണ്ട്. വലിയൊരു പുസ്തകമാണ്, നല്ലൊരു വർക്കാണ്. ആ വർക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ലൈസൻകോ നമ്മുടെ പരിണാമസിദ്ധാന്തത്തിനൊക്കെ എതിർത്ത ലൈസൻകോയിസം, ലൈസൻകോയുടെ യഥാർത്ഥ ജനിതശാസ്ത്രജ്ഞനായ വാവ്ലോവിനെ എങ്ങനെയെല്ലാം കുതന്ത്രങ്ങളിലൂടെ അധികാര പ്രശ്നമാക്കി കൊന്നുകളഞ്ഞ, ജയിലിലിട്ട് സ്റ്റാലിൻ കൊല്ലുകയാണ്. ഇവിടെ ഇരിപ്പുണ്ട് വാവ്ലോവിനെ കുറിച്ചുള്ള പുസ്തകം, ലൈസൻസ്കോ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ലൈസൻസ്കോയുടെ കഥയെല്ലാം അതിൻ്റെ അകത്ത് പറഞ്ഞു പോകുന്നൊരു സാധനമാണ്. അത് വായിച്ചിരിക്കണം. നമ്മുടെ യുക്തിവാദികൾ തീർച്ചയായിട്ടും അത് വായിക്കേണ്ട ഒരു പുസ്തകമാണ്. അല്ലെ, പുസ്തകം ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എത്ര 10,000-ഓളം പുസ്തകം ഉണ്ടാവില്ലേ? ഏകദേശം 10,000 മുകളിലുണ്ടാവും. മുകളിൽ 2 റൂമിലായിട്ട്. അപ്പോൾ ഈ പുസ്തകങ്ങളിൽ ഈ പറഞ്ഞ പുസ്തകം 860 പേജൊക്കെ ഉള്ള ഒരു പുസ്തകമല്ലേ അത്? അതൊക്കെ വായിച്ചിട്ടുണ്ടോ? അത് മുഴുവൻ വായിച്ചു കഴിഞ്ഞാണ്. ഞാനത് കുറിച്ച് ഒരു ചെറിയ റിവ്യൂ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും വായിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, അത് തുടങ്ങുന്ന സാർ ചക്രവർത്തിയുടെ ഭരണകാലം മുതലാണ്. അവിടെ മുതൽ സ്റ്റാലിൻ അവിടെ നടത്തുന്ന ഈ ബോൾഷെവിക് വിപ്ലവം, ട്രോസ്കി എല്ലാം അതിൻ്റെ അകത്ത് വരുന്നത്. എല്ലാവരും അതിൻ്റെ അകത്തൊക്കെ അന്നം അത് മലയാളത്തിലുള്ളതാണ്. മലയാളത്തിൽ ആരത് എഴുതിയത്? അത് ഈ ശരിക്കും പറഞ്ഞാൽ അയാളുടെ വീട് ഓണക്കൂറാണ്. അയാൾ താമസിക്കുന്നത് ഇപ്പോൾ വയനാട്ടിലാണ്. അദ്ദേഹം എഴുതിയാണോ പുസ്തകം? അതോ അയാളുടെ വിവർത്തനമല്ല? അല്ലല്ലോ, വിവർത്തനമല്ല. അദ്ദേഹത്തിന് എങ്ങനെ ഈ ഡാറ്റാസ് ഒക്കെ കിട്ടും? അയാൾ കൃഷി വകുപ്പിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ പോയിരുന്നോ? അല്ല, അയാൾ ഇതേക്കുറിച്ച്, ഈ ലൈസൻസ്കോയെക്കുറിച്ച് ഇയാൾ കൃഷി ശാസ്ത്രജ്ഞനായിരുന്ന സമയത്ത് പഠിച്ചു, അതേക്കുറിച്ച് പഠിച്ചു. പിന്നെ പുള്ളിയുടെ മകൻ്റെ ഭാര്യ റഷ്യക്കാരിയാണ്. അപ്പോൾ അങ്ങനെ വിപുലമായൊരു കളക്ഷൻ നടത്തി. അപ്പോൾ ഈ പുസ്തകം ഇവിടെ ഉണ്ട്. അന്നവിടെ നമുക്കൊന്ന് നോക്കണം അത് കേട്ടോ. ഈ പുസ്തകങ്ങൾ ഇത്രയധികം ഇവിടെ ഇത് എത്ര വയസ്സ് മുതൽ ഇത്രയധികം ഇവിടെ വരണമെങ്കിലും എനിക്ക് തോന്നുന്നത് ഒരു 10-15 വയസ്സ് തൊട്ടുള്ള കളക്ഷൻ തുടങ്ങിയിട്ടുണ്ടാവും. ഞാനൊരു 16-17 വയസ്സ് മുതൽ പുസ്തകം കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഹോബി ആയിരുന്നു അല്ലേ? ഹോബിയല്ല, വായിക്കുക എന്നുള്ളൊരു അന്നുള്ള ശീലമാണ്. കാരണം ഞാൻ എൻ്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ അറിയാമല്ലോ, അന്ന് 1050 പേജോളമുണ്ട്. മുഴുവൻ വായിച്ച് നോവലിൽ നിന്ന് തന്നെ തുടക്കമല്ലേ? നോവലിൽ നിന്നാണ് തുടങ്ങുന്നത്. നോവലിൽ നിന്ന് എൻ്റെ 10ാം ക്ലാസ്സോടുകൂടി ഞാൻ ഗൗരവമായ വായനയിലേക്ക് പോയി. ഞാൻ പറഞ്ഞില്ല, ആനമറുതയും സംസാരിക്കുന്ന കുതിര തുടങ്ങിയ 15-16 വയസ്സിൽ തന്നെ വായന കൃത്യമായിട്ട് തുടങ്ങി. ഈ ഇത്തരം പുസ്തകങ്ങളോട് വായന തുടങ്ങി 16-17 വയസ്സിൽ. അപ്പോൾ അങ്ങനെ പിന്നീട് കൂടുതൽ യുക്തിവാദപരമായിട്ടുള്ള. വടക്കഞ്ചേട്ടപ്പോൾ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ +2 വരെ പോയുള്ളൂ. പിന്നെ ഡിഗ്രിക്ക് ഞാൻ ചേർന്നിരുന്നു. ഡിഗ്രിയൊക്കെ ഇട്ടേച്ച് പോകുന്നു. നേരത്തെ അതിൻ്റെ ഇടയ്ക്ക് ജോലി കിട്ടി. അങ്ങനെയൊക്കെ. എന്തിലായിരുന്നു ജോലി? ഞാൻ ആരോഗ്യവകുപ്പിലെ ആണ് ജോലി ചെയ്യുന്നത്. ഹെൽത്ത് സൂപ്പർവൈസറായിട്ട് റിട്ടയർ ചെയ്ത്. അതെ. അപ്പോൾ പഠിപ്പ് വിട്ടതെന്ന് വെച്ചാൽ 18ാമത്തെ വയസ്സിൽ തന്നെ? അല്ല, ഞാൻ ജോലിയിൽ കയറുന്ന കുറച്ച് താമസിച്ചു. 21 വയസ്സിലാണ്. എത്ര വയസ്സായി? ഞാൻ 30 വയസ്സിലാണ് ജോലി കയറുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ ജോലിയൊക്കെ ആയിട്ട് റാഡിക്കൽ ഇതിലെ നമ്മുടെ നെഹ്റു ഫോറം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. കാരണം കോൺഗ്രസിനകത്തെ റവല്യൂഷൻ സെക്യുലർ തിങ്കിങ് വരുന്ന യുക്തിവാദികളുടേതായ
ഒരു ഗ്രൂപ്പ്. അപ്പോൾ ആ ജോണ് ഒക്കെ വരുന്ന കുട്ടപ്പൻ തുടങ്ങിയിട്ടുള്ളവരുടെ ഞങ്ങളുടേതായ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് പിന്നെ പരിവർത്തനവാദികളായി, ജോണിനെ പുറത്താക്കിയപ്പോൾ. അങ്ങനെ പരിവർത്തനവാദിയിൽ നിന്നും നെഹ്റുവിൻ്റെ സെക്യുലറും സോഷ്യലിസവും അല്ലെങ്കിൽ ഇത്തരം കാഴ്ചപ്പാടുണ്ട്, ഇപ്പോൾ സയൻറ്റിഫിക് ഔട്ട്ലുക്ക് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഇന്നത്തെ സ്വീകാര്യത നെഹ്റുവിനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നെഹ്റുവിന് കോൺഗ്രസിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൊക്കെ നെഹ്റുവിനെ എതിർക്കുന്ന കൂട്ടത്തിലാണ്, പല അപഖ്യാതികളും പറഞ്ഞു വരുന്ന കൂട്ടത്തിലും കിട്ടാണ്. അത് ഞാൻ പറയുന്നില്ല. അല്ല, അതുകൊണ്ടേ പറഞ്ഞ അന്ന് നിങ്ങൾ നെഹ്റുവിനെ വളരെ രൂക്ഷമായി എതിർത്തിരുന്നവരാണ് അന്ന്. അല്ല, അവർ ഈ സെക്യുലർ എന്നുള്ള പദത്തിനെ തന്നെ EMS നിർവചിച്ചിരിക്കുന്നത്, മലയാളം അറിയാമല്ലോ, EMS കൊടുത്തിരിക്കുന്നത് മതനിരപേക്ഷത എന്നാണ്. മതേതരത്വം ഒരിക്കലും ഉപയോഗിക്കരുതെന്ന് നമ്മുടെ പി ഗോവിന്ദപിള്ളയുടെ സാംസ്കാരിക വിപ്ലവം എന്താണ് ഒരു ആ പുസ്തകത്തിൻ്റെ അകത്ത് പറയുന്നുണ്ട്. EMS പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട് മതനിരപേക്ഷത, മതേതരത്വം എന്നുള്ള വാക്ക്. മതേതരത്വം എന്ന് പറഞ്ഞാൽ മത ഇതരമാണ്. മതം വിട്ടിട്ടുള്ള മത നിഷേധം എന്നുള്ള ധ്വനി അതിൻ്റെ അകത്ത് വരും. അതുകൊണ്ട് നിരപേക്ഷത എന്നേ പറയാവുള്ളൂ. മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൂടെ കൂടി കെട്ടിപ്പിടിക്കുന്നു. അത് കൃത്യമായിട്ട് നമ്മുടെ ആചാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് ഇപ്പോൾ ഈ പിണറായി വിജയൻ ഇപ്പോൾ പറഞ്ഞതിന് ശ്രദ്ധിച്ചു, മതനിരപേക്ഷത എന്നേ പറയുള്ളൂ. അത് ഇവരുടെ ക്ലാസ്സാണ്. അതാ ഗോവിന്ദപിള്ളയുടെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയും എങ്ങനെ പറയണമെന്നായി പറഞ്ഞിട്ടുണ്ട്. ഞാനത് പലപ്പോഴും എഴുതാറുണ്ട്. കാരണം ഇവർ മതനിരപേക്ഷത എന്ന് പറയുന്നത് ശുദ്ധ കാപട്യമാണ്. കാരണം മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാപട്യമാണ്. ഞാനല്ല മറ്റൊരു ദൈവം നിനക്കുണ്ടായിരുന്നെന്ന് യേശു അപ്പുറത്ത് പറയും, അല്ലെങ്കിൽ യഹോവ പറയും. അപ്പുറത്ത് മുഹമ്മദ് നബി പറയുന്നത് ലാഗി ഇല്ലല്ല, ഞാനല്ല മറ്റൊരു ദൈവം നിനക്കുണ്ടായിരുന്നു. ശ്രീകൃഷ്ണൻ അത് തന്നെ പറയുന്നത്, ഞാനാണ് ഭഗവാൻ, ഞാനല്ല മറ്റൊരു. അപ്പോൾ ഇവർ പിന്നെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? നമുക്ക് ഇതിലേക്ക് തന്നെ പോവാം. എന്നിട്ട് പിന്നെ അതിൻ്റെ പേരിൽ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ യുക്തിവാദി സംഘം പരിപൂർണമായി കമ്മ്യൂണിസ്റ്റുകൾക്ക് ബൗദ്ധവാദത്തിനും കീഴടങ്ങിയതിൻ്റെ പേരിൽ പിന്നെ അതിൽ നിന്ന് വിട്ടു. പിന്നെ യുക്തിവാദി പ്രസ്ഥാനങ്ങളിൽ കാര്യമായിട്ട് അങ്ങനെ വരുന്നില്ല. പിന്നീടാണ് ഞാൻ പറഞ്ഞല്ലോ പല ഇപ്പോൾ ചെറിയ ചെറിയ യോഗങ്ങളിൽ ഇതുപോലെയുള്ള ഇപ്പോൾ എറണാകുളത്ത് പരമേശ്വരൻ്റെ നേതൃത്വത്തിൽ അന്ന് KYS എന്ന് വിട്ട ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ടി പരമേശ്വരൻ്റെ. ആ ഗ്രൂപ്പിൽ ശ്രീനി പരിപാടി നടത്തുമ്പോൾ ശ്രീനിയുടെ കൂടെ പോകും. KYSകാരുടെ ഏതെങ്കിലും പരിപാടി പുറത്തുണ്ടെങ്കിൽ അവിടെ പോകും. നമുക്ക് ആരോടും അങ്ങനെ സത്യത്തിൽ ഈ നമുക്ക് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യപാദങ്ങളിൽ തുടങ്ങിയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നല്ലോ, ജാതിക്കെതിരെയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മൂവ്മെൻറ്റ്. ആ മൂവ്മെൻറ്റിൻ്റെ തുടർച്ചയായിട്ട് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമുക്ക് വേണമെങ്കിൽ യുക്തിവാദി സംഘങ്ങളെയൊക്കെ കാണാം. പക്ഷെ അവിടെയൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമായിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകളെ കാണാൻ കഴിയില്ലേ ശരിക്കും. നമ്മുടെ ഇത്തരം അതായത് മനുഷ്യരിൽ ശാസ്ത്രാവബോധം വളർത്താനുള്ള സംഘടനയുടെ ഉള്ളിൽ പോലും പൊളിറ്റിക്സ് കൊണ്ടുവരികയും അതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അതിൻ്റെയൊക്കെ ഫലമായിട്ട് തന്നെയാണ് ഈ ഗ്രാജുവലായിട്ടുള്ള ഇത്തരം പുരോഗമന പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഈ ആപ്പ് വെച്ചാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഹിന്ദുത്വ തുടങ്ങിയുള്ള എല്ലാവിധ വൈതാളിക സാധനങ്ങളും വന്ന് നമ്മുടെ സൊസൈറ്റിന് വിഴുങ്ങി കഴിഞ്ഞുള്ളത്. ഇതിനകത്ത് നല്ലൊരു പങ്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതിലുണ്ട്. നവോത്ഥാനത്തെ പൂർണ്ണമായി ഇപ്പോൾ നമ്മുടെ പഴയ ശ്രീനാരായണൻ ഉൾപ്പെടെയുള്ളവർ കൊണ്ടുവന്നിരുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ഇപ്പോൾ ശ്രീനാരായണൻ പുള്ളിയുടെ ചെറുപ്പകാലത്ത് അത്രമാത്രോളം വിവരത്തോടു കൂടിയല്ല പുള്ളി ദൈവദശകം എഴുതുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുശേഷം പുള്ളി പടിപടിയായിട്ട് മുന്നോട്ട് പോയത്. കാരണം പുള്ളി കണ്ണാടി പ്രതിഷ്ഠിക്കുന്നു, നിങ്ങളെ തന്നെ കാണാൻ പറയുന്നു. പിന്നെ കല്ലെടുത്ത് വെച്ചിട്ട് ഇത് ഈഴവ ശിവനാണെന്ന് പറയുന്നു. അങ്ങനെ ഓരോ ചലഞ്ച് ചെയ്ത് വന്ന് അത് കഴിഞ്ഞ് പുള്ളി വിഗ്രഹങ്ങളെയൊക്കെ അടിച്ചു തകർക്കുന്നു. അമ്പലം പണിയുന്നതിൽ അർത്ഥമില്ല, വിദ്യാലയങ്ങളാണ് വേണ്ടതെന്ന് പറയുന്നു. പിന്നെ ഒരു ജാതി ഒരു ദൈവം ഒരു മതം എന്ന് പറയുന്നു. ഒരു ജാതി എന്ന് പറഞ്ഞാൽ നിലവിലുള്ള എല്ലാ ജാതികളെയും ഇല്ലാതായി മനുഷ്യനെന്ന് പറയുന്ന ഒരു ജാതിയിലേക്ക് എത്തുന്ന സമയം ഒരു മതം എന്ന് പറയുന്ന നിലവിൽ എല്ലാ മതങ്ങളും ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേ ഒരു മതത്തിലേക്ക് എത്തുള്ളൂ. നിലവിലുള്ള എല്ലാ ദൈവങ്ങളും ഇല്ലാതായാലും ഒരു ദൈവത്തിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ദൈവനിഷേധത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അതിനെ അയ്യപ്പൻ പറയുന്നു, പുള്ളി ഉദ്ദേശിച്ചത് തന്നെയാണ്, ജാതി വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്നുള്ളതാണെന്ന് പറയുന്നു. അപ്പോൾ അത് തന്നെയാണ് ശ്രീനാരായണൻ മുന്നോട്ട് വയ്ക്കുന്നത് ആദർശം. ആ ദർശനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നീട് വന്ന ശ്രീനാരായണീയർക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നീട് വന്ന വെള്ളാപ്പള്ളിയെ പോലെയുള്ളവർ മദ്യം വിഷമാണ്, ചെത്തരുത് കുടിക്കരുത് കൊടുക്കുക എന്ന് പറയുന്ന പുള്ളിയുടെ ഫോട്ടോ വെച്ചിട്ട് ചെത്തൂട കുടിക്കൂട കൊടുക്കൂട ഈ പരിപാടിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടത്. ശ്രീനാരായണീയ പ്രസ്ഥാനത്തിന് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് പുള്ളി തന്നെ SNDP വിട്ടുപോയി.
ഈ ശ്രീനാരായണ ഗുരു തന്നെ അവസാന കാലത്ത് തള്ളി പറഞ്ഞു. തള്ളിപ്പറയാൻ മാത്രമല്ല, അളവിൽ കേസുണ്ടായിരുന്നു, കേസും കൊടുത്തിരുന്നു. അത് വേറെ വശം. അപ്പോൾ അങ്ങനെ പോയി പൽപ്പുവിനെഴുതിയ കത്തിലൊക്കെ പുള്ളി വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ നവോത്ഥാനത്തെ പോലും അതുപോലെ തന്നെ യുക്തിവാദ പ്രസ്ഥാനങ്ങൾ, ശാസ്ത്രാർത്ഥി പരിഷത്ത്, ഇതൊക്കെ കൊണ്ടുവന്ന ഒരു ശാസ്ത്രാർത്ഥി പരിഷത്തിലൊക്കെ ഞാൻ ആ കാലഘട്ടത്തിൽ നന്നായിട്ട് അവസാനം അതിനെ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി പ്രവർത്തനത്തിനായിട്ട് ജനകീയ ആസൂത്രണത്തിലേക്ക് പോയി, കുത്തിപ്പോയി. അവിടെ വേറെ ശാസ്ത്രം ഇല്ലാതെ പോയി. ഞാനത് പറയാം വെച്ചാൽ, നമ്മളിങ്ങനെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ പ്രസ്ഥാനങ്ങൾ പുരോഗമനപരമായിട്ടുള്ള രീതിയിൽ പാർട്ടി നിരപേക്ഷമായി, ഇവരുടെ തന്നെ വാക്കുകൾ നിരപേക്ഷം എന്ന് ഞാൻ പറയുന്നത്, ഈ പാർട്ടി നിരപേക്ഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് എഫക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അതിനെയൊക്കെ ഈ ഇലക്ഷൻ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചു, പൊളിറ്റിക്കൽ ഗെയിംസിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് ആളെ കൂട്ടാൻ വേണ്ടി, അങ്ങനെ നമ്മളുടെ ഇടതുപക്ഷ സാംസ്കാരികത എന്ന് പറയുന്ന ഒരു അന്തരീക്ഷത്തെ പരിപൂർണമായി നശിപ്പിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഹിന്ദുത്വ എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുകയാണ്. ഇവിടെ ശരിക്കും മതം വളരാനുള്ളൊരു സാഹചര്യം. ഇപ്പം ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ അപ്പുറത്തിരിക്കുന്നവനാരാ ഇപ്പുറത്തിരിക്കുന്നവനാ, ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് അങ്ങനെയല്ല. ഒരു കുട്ടി അവിടെ പോയിരുന്ന അപ്പുറത്ത് ഇരിക്കുന്നവരാരാണ്, അപ്പോൾ അതറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ആ രീതിയിലേക്ക് എത്തി. അപ്പോൾ ഇത് ഇപ്പോൾ 70-കൾ ഞാനൊക്കെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾ ഇത്തരം ചിന്തകളും ജാതി മതം ഈ വക ചിന്തകളൊന്നും നമ്മുടെ അടുത്തില്ല. അവൻ വിശ്വാസിയാണോ അവിശ്വാസിയാണോ, നമ്മളാരും വിശ്വാസത്തെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല സ്കൂളിൽ. നമ്മൾ ആ രീതിയിൽ പെരുമാറി. ഇന്നതല്ല, അവസ്ഥ മാറി. എന്തായിരുന്നു, നമ്മൾക്കൊക്കെ അന്ന് ഒത്തിരി പ്രതീക്ഷയുണ്ടായിരുന്നു ഈ ജാതിയും മതമൊക്കെ കുറച്ചങ്ങ് കഴിയുമ്പോൾ ഇല്ലാതാകുമെന്ന് ഞാൻ അന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇപ്പം ജനയുഗം വാരിക സജീവനോ അന്ന് അത്ര ഓർമ്മയുണ്ടോന്ന് അറിയില്ല. കാമ്പിശ്ശേരിയും വളരെ ഏറ്റവും പ്രചാരമുള്ള വാരികയായിരുന്നു. അതിൻ്റെ അകത്ത് സ്ഥിരമായിട്ട് യുക്തിവാദി ലേഖനങ്ങളുണ്ടായിരുന്നു. കോവൂറിൻ്റെ ലേഖനങ്ങളും ഇടമുറുകിൻ്റെ ലേഖനങ്ങളൊക്കെ കാമ്പിശ്ശേരിയും തെങ്ങമ്മ ബാലകൃഷ്ണനൊക്കെ ഇരുന്ന കാലത്ത് അങ്ങനെ. അപ്പോൾ ഇതൊക്കെ സമൂഹത്തിലുണ്ടാക്കിയ ഒത്തിരി മാറ്റങ്ങളുണ്ട്. ഇതിനെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് കമ്മ്യൂണിസം ഈ രീതിയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു. ഇന്ന് ജനയോഗം ആരെങ്കിലും വായിക്കുന്നുണ്ട്? ജനയോഗത്തിൽ വല്ലതും ഉണ്ടോ? എനിക്ക് ഏറ്റവും നമുക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യം ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ തകർത്തതാണ്. ശരിക്കും ഇന്ന് കമ്മ്യൂണിസ്റ്റുകളെ പിടിച്ചാൽ കിട്ടുമായിരുന്നില്ല. ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ ശരിക്കും വിട്ടാൽ മതിയായിരുന്നു. എല്ലാ സ്കൂളിലും വിജ്ഞാന പരീക്ഷ നടത്തിയിരുന്നു. യുറീക്ക വിജ്ഞാന പരീക്ഷ, ശാസ്ത്രകേരള വിജ്ഞാന പരീക്ഷ നടത്തി എല്ലാ സ്കൂളിലും അധ്യാപകരുണ്ടായിരുന്നു. എല്ലാ സ്കൂളിലും നമ്മൾ നന്നായിട്ട് ശാസ്ത്ര പുസ്തകങ്ങൾ വിറ്റിരുന്നു. ഇന്ന് പരിഷത്തുണ്ടോ സ്കൂളിൽ? അങ്ങോട്ട് കടന്നു ചെല്ലാൻ കഴിയുന്നുണ്ടോ? ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ ദുസ്ഥിതി മുഴുവൻ ഉണ്ടാക്കിയ CPM ആണ്, പറയാതിരുന്നിട്ട് കാര്യമില്ല. മറ്റവർക്ക് പിന്നെ ഈ പണിയില്ലല്ലോ. അങ്ങനെ നമ്മൾ കോൺഗ്രസിന് പിന്നെ ഇത് ഇങ്ങനെ പരിഷത്തും വേണ്ട. അല്ല, ജോണിനെ പോലുള്ള ഒരാളോട് കഴിഞ്ഞു. ജോൺ ഉണ്ടായിരുന്നു, ജോണ് കുട്ടപ്പൻ ഉണ്ടായിരുന്നു. ആ തലമുറ അതോടുകൂടി കഴിഞ്ഞു. ഏതാണ് അവിടെ ഇന്നിപ്പോൾ ആകെ ഒരു ബലറാം കഷ്ടി. അല്ല, ഇന്ന് കോൺഗ്രസ്സിൽ കുറേ കൂടി ആളുകൾ അറിയുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് മിണ്ടാൻ പറ്റില്ലല്ലോ. മിണ്ടാൻ പറ്റില്ലെന്ന് വെച്ചാൽ വോട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അല്ലേ, ഇത് പറഞ്ഞാൽ ദൈവത്തിനെതിരെ സംസാരിച്ചെന്നോർത്തോ ഒരു വിശ്വാസി വോട്ട് ചെയ്യാതിരിക്കില്ല. അല്ലാതെ ഇവർക്ക് ഭയമാണ്. ഇവര് പാർട്ടിയിൽ നിന്നാണ് ഇവർക്ക് എതിർപ്പുണ്ടാവുന്നത്. നിങ്ങൾ കാരണം ഞങ്ങളുടെയും കൂടി വോട്ട് പോയി എന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ ഇതിങ്ങനെ ഈ വോട്ടായിട്ട് ഒരു ബന്ധമില്ല ഇതിന്. ഇല്ല. ജവഹർലാൽ നെഹ്റു ജയിച്ചിരുന്നത് മുഴുവൻ അയാൾ അമ്പലത്തിൽ പോയിട്ടല്ലല്ലോ. ഇത്രയും വരുന്ന ദാരിദ്ര്യം പിടിച്ച ജനത, ഫുൾ അന്ധവിശ്വാസികളായ ജനത അദ്ദേഹത്തെ കാരണം അയാളുടെ എഴുതിയ പുസ്തകം വായിച്ചിട്ടുണ്ട്. ആരെങ്കിലും വോട്ട് ചെയ്യും? അല്ല, ഇനിയിപ്പോൾ ജോൺ കുറവലങ്ങാട് അവിടെ ഇതിലേക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചു. ജോൺ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ കന്യാസ്ത്രീകൾ പോയി ജോണിനെ വോട്ട് ചെയ്ത്. ആ ജോൺ പറയാറുണ്ട്, ഈ അച്ഛന്മാരും കന്യാസ്ത്രീകൾ എനിക്കാ വോട്ട് ചെയ്തത്. ഈ നിങ്ങളുടെ നിലപാടാണ് അവർ നോക്കുന്നത്. നിങ്ങളെല്ലാ മതങ്ങളോടും അങ്ങനെയാണോ? എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമില്ലായ്മ ഒരു പ്രശ്നമല്ല, ഓട്ടർമല്ല. പക്ഷെ നിങ്ങൾ ഒരു മതത്തെ മാത്രം ന്യായീകരിക്കുന്നുണ്ടോ വോട്ട് കിട്ടാൻ എന്ന് വെച്ചാൽ അപ്പൊ നിങ്ങൾ നിഷ്പക്ഷനല്ല. അപ്പൊ അവനെ ജയിപ്പിക്കുന്നത് മാത്രമല്ല, അയാളുടെ വ്യക്തിത്വം, അയാൾ കള്ളനാണോ? രാഷ്ട്രീയത്തിൽ കള്ളനാണോ? അതാണ്. ജോൺ രാഷ്ട്രീയത്തിൽ കള്ളനല്ല, കൃത്യമായിട്ട് അവിടുത്തെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ കുട്ടപ്പനും അവിടെ നിന്നിട്ട് ജയിച്ചിട്ടുണ്ട്. കുട്ടപ്പനെതിരെ അവിടെ പ്രചരണം നടത്തിയിട്ടുണ്ട്. ഇന്നലെ കുട്ടപ്പൻ്റെ വിശ്വാസിയല്ല, കുട്ടപ്പൻ ഇന്നലെയൊക്കെ കാണിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് കുട്ടപ്പൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പറവൂരപ്പുറം മത്സരിക്കുന്ന സമയത്ത് ഞാൻ ആ സ്ഥലം വിട്ടുപോയി. അപ്പോൾ
അന്ന് പ്രചരണം ഉണ്ടായിട്ടുണ്ട്. കുട്ടപ്പനായിട്ട് പറഞ്ഞ അതൊന്നും കാര്യമല്ല. അദ്ദേഹം സംവരണ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതൊക്കെ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും ജനത്തിന് അത് നോക്കിയിട്ടല്ല ജനം വോട്ട്. പക്ഷേ ഇത് ഇവർ ശരിക്കും പഠിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ എന്ത് ദൈവത്തിൽ വിശ്വസിച്ചിട്ടും മതത്തിൽ വിശ്വസിച്ചിട്ടാണ് അവരെ ജയിപ്പിച്ചതും എന്നുള്ളത് ഇവരെന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഭയമാണ്, റിസ്ക് എടുക്കാൻ വയ്യ. ഇതാ റിസ്ക് എടുക്കാൻ വയ്യ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്നുകൂടെ പറയും. പി ടി തോമസിന് ഇടുക്കിയിൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ഉമ്മൻചാണ്ടി സീറ്റ് നിശ്ചയിച്ച ഈ പി ടി വിശ്വാസിയൊന്നുമല്ല. പി ടിയെ ഞാൻ എൻ്റെ ചേട്ടൻ്റെ മോളുടെ കല്യാണത്തിന് അവിടെ തൊടുപുഴ പള്ളിയിൽ ചെല്ലുന്ന സമയത്ത് ഞാൻ പള്ളിയുടെ പുറത്ത് നിൽക്കുന്നു, പി ടി അവിടെ പുറത്ത് എൻ്റെ അടുത്ത് അവിടെ അന്ന് പി ടി വളമറ്റത്താണ് താമസിക്കുന്നത്. അപ്പോൾ പി ടിയെ സംബന്ധിച്ചോളം പി ടിയുടെ പെരുമാറ്റവും പറച്ചിലും എല്ലാം ഇതൊക്കെ തന്നെയാണ്. പി ടി പള്ളിയിലേക്ക് കയറാറില്ല. ഇരട്ടത്താപ്പിന്റെ ആശാനാണ്. അറിയില്ലാത്തതുകൊണ്ട് വിശ്വാസിയല്ല എന്ന് പറയും. പുള്ളി അമ്മയുടെ കുഴിമാടത്തിൽ പോയി എന്ന് പ്രാർത്ഥിക്കുകയും സാറ് പള്ളി വെച്ച് കല്യാണം കഴിച്ച് ഒരു പ്രത്യേക സൈസ് ആളാണ്. ചർച്ചയിൽ തുടക്കത്തിൽ കണ്ട ആളെ പോലെയാ നമ്മുടെ രാഹുലീശ്. അത്രയും വാച ടോപകർസത്തില്ല എന്നുള്ളൂ. ബാക്കി എക്കാനിക്ക് അങ്ങനെയുള്ള ഒരു പോളിസി ഒന്നുമില്ല. ഒരു ക്ലീൻ ഇമേജ് ഉണ്ടാക്കാൻ വിശ്വാസിയല്ലാന്ന് തോന്നുന്നു അല്ലേ? അയാൾ വിശ്വാസിയാണ്. ആണോ? അയാൾ വിശ്വാസിയാണ്. പക്ഷെ അറിയപ്പെടുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ മക്കളുടെ രണ്ടുപേരും കല്യാണം കഴിഞ്ഞില്ല, കഴിയുമ്പോൾ കണ്ടു എങ്ങനെയായിരിക്കും. ഇപ്പോൾ ജോണിൻ്റെ മക്കളുടെ രണ്ടുപേരുടെയും കല്യാണത്തിന് ഞാനുണ്ടായിരുന്നു. കൃത്യമായിട്ടും മതരഹിതമായ വിവാഹമാണ്. ജയശ്രീയുടെയും ജോണിൻ്റെ മൂത്ത മകളുടെ പേര് ജയശ്രീ എന്നാണ്. എൻ്റെ ഫ്രണ്ട് മൂത്ത മകൾ ഇവിടെ, അവള് ബാംഗ്ലൂർ, അവിടെ IT-യിലുണ്ട്. അവള് ഫേസ്ബുക്കിൽ നോക്കിയൊക്കെ ജയശ്രീ ജോണിന് അടിച്ചു കൊടുത്താൽ കിട്ടും. പിന്നെ അടുത്തയാള് പേര് വിട്ടുപോയി. ഇതുപോലെ ജയാർത്ഥമുള്ളതാണ്. രണ്ടുപേരും ഹിന്ദു പേരുകളായിട്ടിരുന്നത്. ആള് ഹിന്ദുക്കളല്ല, പക്ഷേ മൂത്ത മകളെ കല്യാണം ചെയ്തിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ബ്രാഹ്മണിക്കൽ ടീമാണ്. രണ്ടാമത്തോളെ കല്യാണം കഴിച്ചിരിക്കുന്നത് എറണാകുളത്തുള്ള ഒരു ഹോമിയോ ഡോക്ടറെ മകനാണ്. അവർ വിശ്വാസികളല്ലാത്ത ഒരു ടീമായിരുന്നു. അപ്പോൾ അത് നമ്മുടെ TDM ഹാളിൽ വെച്ചായിരുന്നു കല്യാണം. ഇളയാളുടെ മൂത്തത് വീട്ടിൽ വെച്ചായിരുന്നു. വീട്ടിലേക്ക് രജിസ്ട്രാറെ വിളിച്ചു വരുത്തി അവിടെ വെച്ച് ചെയ്ത്. മറ്റ് അവിടെ വെച്ച് അവരുടെ വീട് അവിടെ ആയതുകൊണ്ട് അവിടെ വെച്ച് ചെയ്തു. അപ്പോൾ ജോണിൻ്റെ രണ്ട് മക്കളുടെ അങ്ങനെ ചെയ്തു. ജോണിൻ്റെ ശവം കുടിച്ചിട്ടിരിക്കുന്നത് വീടിൻ്റെ മുറ്റത്ത് കാർ പോർച്ചിലാണ്. അതല്ലേ? പള്ളിയിൽ പോയില്ല? പള്ളിയിലൊന്നുമല്ല. പുള്ളി പള്ളിയായിട്ട് നേരത്തെ ബന്ധമില്ലല്ലോ. മതം ശരിക്കും വിട്ടാളെ മതം വിട്ട് ജീവിക്കുന്ന ആളാണ് പുള്ളി. പള്ളിയായിട്ട് ആരും ബന്ധമില്ല. അതുകൊണ്ട് പള്ളിയിൽ കൊണ്ടുപോയിട്ടില്ല. അതൊക്കെ കൃത്യമായിട്ട് വീടിൻ്റെ മുറ്റത്ത് തന്നെ കുഴിച്ചിട്ട് അവിടെ ഒരു ഇലഞ്ഞിപ്പൂ മരം നട്ടിട്ടുണ്ട്. പിന്നെ അന്ന് അതിനുശേഷം പിന്നീട് ഉണ്ടാക്കിയ പാർട്ടി എന്ന് പറയാൻ, അല്ലെങ്കിൽ അല്ല സംഘടന എന്ന് പറയുന്നത് കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറം. അതിന് വേണ്ടിയിട്ട് അത് വിനീതൻ അത്ര ഇനിഷ്യേറ്റീവ് എടുത്ത് വിനീതനും ഞാനുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ പേരിലാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. വിളിക്കാറുണ്ട് അങ്ങോട്ട്. അപ്പോൾ പക്ഷെ പിന്നീട് ആ പ്രസ്ഥാനം നിന്നുപോയല്ലോ. നിന്ന് പോകാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. പറയേണ്ട കാര്യമില്ല, ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അതിനുശേഷം പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് ഞാനും വിനീതനെ മാസികയിൽ നിന്ന് ആദ്യം ചവിട്ടി പുറത്താക്കി, പിന്നെ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കി. അങ്ങനെയുള്ള ചവിട്ടിപ്പുറത്താക്കലുകൾ വന്നു. എന്നെ ഒരു തരത്തിൽ ഞാനതുകൊണ്ടാണ് രാജിവെക്കേണ്ടി വന്നത്. ഹരീഷിനെ അറിയാലോ. അപ്പോൾ അതും നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. രവിയും രാജു വാടാൻപള്ളിയൊക്കെയായിട്ട് നല്ല രാജു ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്. ഇപ്പോൾ മിക്കവാറും വിളിക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നു. ഞാൻ രവി രാജു ഞങ്ങളൊരു 3 അടുത്ത സുഹൃത്ത് ബന്ധങ്ങളാണ്. വിനീന അതുപോലെ തന്നെ ഇപ്പോഴും ആ ബന്ധങ്ങൾ പോകുന്നു. രാജു മൂന്നാമത്തെ പുസ്തകത്തിൻ്റെ തിരക്കിലായതുകൊണ്ടുള്ള പുസ്തകം ഞാൻ വായിച്ചുകൊണ്ടിരിക്കും. രാജു മൂന്നാമത്തെ പുസ്തകത്തിൻ്റെ തിരക്കിലാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഞാനിപ്പോൾ ആദ്യത്തെ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്നെ ഒരുപാടുണ്ട് വായിക്കാൻ. പക്ഷെ അത് നന്നായിട്ട് എഴുതിയിരിക്കുന്നു. ഞാനതിനെ പറ്റി പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഞാൻ കണ്ടിരുന്നു. പക്ഷെ എന്താണെന്നറിയോ അതിൻ്റെ ഒരു പ്രത്യേകത, ഇങ്ങനൊരു പുസ്തകം കേരളത്തിലില്ല. നമ്മളൊരു സാധാരണ ഒരു പ്രീ ഡിഗ്രിക്കാരന് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുക. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് മാത്രമേ നമുക്ക് പരാതി തോന്നുള്ളൂ. പക്ഷെ അത്രയും നന്നായിട്ട് എഴുതിയിരിക്കുകയാണ്.